ഹായ് വിംബിലിക്ക് വിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഓണം പ്രമാണിച്ച് നമ്മുടെ ടോക്സിക് പോയി കണ്ടു. KGF ശേഷം യശ് നായകനായ ടോക്സിക്, ഡയറക്ടഡ് ബൈ ഗീതു മോഹൻദാസ്. ഗീതു മോഹൻദാസ് ഇതിനു മുന്നേ ആകെ 2 പടം ഡയറക്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു തഴമ്പും വെച്ച് ഇങ്ങനൊരു ഒരു സാഹസത്തിന് മുതലെടുതായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഒരു 10-600 കോടിയൊക്കെ മുടക്കി ഒരു പടം എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് കഥയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ അപ്പോഴേക്ക് നമുക്ക് ഈ പടം കണ്ട് മടുക്കും. പക്ഷെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പരീക്ഷണം പേഴ്സണലി എനിക്ക് വർക്കായില്ല. എനിക്കത് പാളിപ്പോയതായിട്ടാണ് എനിക്ക് വലുത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടല്ലോ, നയൻ, അതിന്റെ ഒരു ചായകാച്ചൽ പോലെ തോന്നി ആ ഒരു ക്ലൈമാക്സിലെ കാര്യങ്ങളൊക്കെ. അതിനു മുന്നേ നമ്മൾ വിചാരിക്കും ഇയാളെ മഞ്ഞനായോ വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് യഷിന്റെ പെർഫോമൻസ് ഇതിൽ ആ ഒരു സമയമാകുമ്പോൾ. പക്ഷെ ആള് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. യഷ് ഈ ഒരു ക്യാരക്ടർ നല്ല പക്കയായി കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആളുടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് വളരെ ഗംഭീരമായിട്ടുണ്ട്. ആളുടെ ആ ഒരു ലുക്കും സ്വാഗും ആളുടെ ഒരു എന്താ ആറ്റിറ്റ്യൂഡും അതുപോലെ ആളുടെ ബോഡി ലാംഗ്വേജും ആ ഒരു ഫിസിക്കും എല്ലാതും കിഡിലായിരുന്നു, സൂപ്പറായിരുന്നു. അതിന് ഒന്നും പറയാനില്ല, അടിപൊളിയിട്ടുണ്ട്. അതുപോലെ കൂടെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ സുദേവ് നായരുണ്ട്. ആളെ ഫുൾ ടൈം കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അല്ലാണ്ടൊന്നും ചെയ്യാനൊന്നുമില്ല, എന്നിരുന്നാലും കൂടി കുഴപ്പമൊന്നുമില്ല. അതുപോലെ പിന്നെ ഉള്ളത് സ്ത്രീ കഥാപാത്രങ്ങൾ. നമ്മുടെ നയൻതാരയുണ്ട്, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി സാവന്ത്, ഇതൊരാളുടെ ഉണ്ട്. ആളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവർക്കൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു പടത്തിൽ. പിന്നെ ഊഹിക്കാലോ, നമ്മുടെ ഗീതു മോഹൻദാസ് ഡയറക്ടർ എന്തായാലും സ്ത്രീകളെ അങ്ങനെ ഒതുക്കി നിർത്തില്ല എന്നുറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നു പടത്തില്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു കഥയിൽ ഒരു എന്താ പറയാ ഒരു ഫ്രഷ്നെസ് ഒരിടത്ത് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഫുൾ ടൈം ആക്ഷൻ ആണ് പടത്തിൽ. വയലൻസ് 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 എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആക്ഷൻ ഉണ്ട്. പക്ഷെ ആ ആക്ഷൻസ് കാണുമ്പോൾ നമുക്കൊരു ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നില്ല. കാരണം അത് ഫുൾ ടൈം ഒരു 3.5 മണിക്കൂറുള്ള പടത്തിൽ ഫുൾ ടൈം ഈ ഇടിയും കുത്തും വെട്ടും മാത്രമാകുമ്പോൾ മടുക്കും. സ്വാഭാവികം, മനുഷ്യന്മാരല്ല, എത്ര നേരം തന്നെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫൈറ്റിന് മുന്നേ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതൊന്നും ഒരിടത്തും അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഫൈറ്റൊക്കെ കിടിലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ മ്യൂസിക്കും ചില നേരത്ത് നമുക്ക് തലവേനൊക്കെ എടുക്കും. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ അടിപൊളിയായിരുന്നു. രവി ബാസുറാണ് മ്യൂസിക് ഡയറക്ടർ, അടിപൊളി ചെയ്തിട്ടുണ്ട്. അതുപോലെ സോങ്സ് നല്ല സോങ്സ് ആയിരുന്നു. മലയാളത്തിലായിരുന്നെങ്കിൽ കൂടി സോങ്സ് കേൾക്കാൻ രസമായിരുന്നു. പക്ഷെ ഡബിങ് ഒരു രക്ഷയില്ല കേട്ടോ. വളരെ മോശം, വളരെ മോശം, വളരെ മോശം ഡബിങ്. ഒരു പഞ്ച് ഡയലോഗൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല, ചീരിയ വരണ കേൾക്കുമ്പോൾ. അതുപോലെ ചില ഡയലോഗ് കേൾക്കുമ്പോൾ നാടകത്തിൽ നിന്നിട്ട് പറയണ പോലെയാണ് നയൻതാര ഡയലോഗ്. നയൻതാര മാത്രമല്ല, പലരുടെയും ഡയലോഗ് കേൾക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുക. നാടകത്തിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഡയലോഗ് വായിക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഫീൽ ആയിരുന്നു ഈ ഡബിങ്. വളരെ മോശമായിരുന്നു ഡബിങ്. പരമാവധി നമ്മുടെ ഇവിടെ മലയാളം തന്നെ ഉള്ളൂ കൂടുതലായിട്ടും. തമിഴ് അങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തമിഴ് പോയിട്ട് കാണാം, കുറച്ചും കൂടി ചിലപ്പോൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് ഫാമിലിക്ക് എന്തായാലും കയറി കാണാൻ പറ്റില്ല. നമ്മുടെ ബെസ്റ്റ് ആക്ടറിൽ സലീം കുമാർ പറഞ്ഞ പോലെ അടി ഇടി വെട്ടി, അതാണല്ലോ സിനിമ. ഇതിൽ അടികൾ പല വിധമാണ്. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫാമിലിയും കയറുന്നു തോന്നുന്നില്ല. എന്തായാലും യൂത്തിന് വെറുതെ പോയിട്ട് ആണെങ്കിൽ ഒരു 3.5 മണിക്കൂറൊക്കെ കളയാണ്ടെന്നുണ്ടെങ്കിൽ, ചുമ്മാ കളയാണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പോയിരുന്ന് കണ്ടുപോരാം. ഇതിനൊക്കെ ഒരു പാൻ വേൾഡ് സംഭവമായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാല്. അതിനുള്ളൊന്നും ഇല്ല. ഒരു കണ്ടന്റ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ഒക്കെ ഇതുപോലെ ചില സീൻസിലൊക്കെ നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലത് കാണുമ്പോൾ ഉണ്ടല്ലോ, കറക്റ്റ് ആർട്ടിഫിഷ്യാലിറ്റി അങ്ങോട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അതായത് ചിലപ്പോ ഒരു വാൾപേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് അഭിനയിക്കാണോ തോന്നും. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു കല്ല് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് കല്ലല്ല കേട്ടോ, അത് വേറെ സംഭവമാണേ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. കുറെ സെറ്റിട്ട് അത് തന്നെ പരിപാടി. അപ്പോഴെന്നാലും ചില സീൻസിലും ചില ഷോർട്സിലൊക്കെ ഗംഭീര ചെയ്തിട്ടുണ്ട് ഇത് തോന്നുന്നത്. അത് കൊള്ളാം. അപ്പോ ഈ പറഞ്ഞ പോലെ ഓണത്തിന് നിങ്ങൾക്ക് കളയാനൊക്കെ ഒരു 3.5 മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യക്ഷണനെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഒരിക്കലും ഒരു KGF ഒക്കെ ഒരു ലെവല് പ്രതീക്ഷിച്ച് പോരുത്. അതുപോലെ തന്നെ ഒരു ഗംഭീര പാൻ വേൾഡ് സംഭവം എന്നുള്ള രീതിയിലൊന്നും ആരും പ്രതീക്ഷിച്ച് പോകണ്ട. അതിനുള്ള കണ്ടന്റോ അതിനുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടാവാനും ചാൻസ് ഇല്ല പടം. കാരണം വെറുതെ പോയിട്ട് 3 മണിക്കൂർ ചുമ്മാ കണ്ടിരുന്ന് പോരാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ഒരു പടത്തിൽ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും പടം കാണുന്നുണ്ടെങ്കിൽ പോയി കാണാം, തിയേറ്ററിൽ കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താല്പര്യമുള്ളവർ ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഇനി തുടർന്നും എനിക്ക് വേണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. സൈനിങ് ഓഫ് കാൻഡിൽമാൻ റിവ്യൂസ്.